ദൃഷ്ടി ന്യൂസിന്റെ റൂട്ടഡ് ആപ്പിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ക്ലാസ് പോർച്ചുഗീസുകാരുടെ ആഗമനം. ഇന്ത്യയിലേക്ക് പോർച്ചുഗീസുകാർ വന്നതിനെ കുറിച്ചുള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. കേരളത്തിൽ അവള് ആദ്യത്തെ പോയിന്റാണ്, അതായത് ആദ്യമായി ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച പോർച്ചുഗീസ് നാവികൻ ബർത്തലോമിയോ ഡയസ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അഥവാ ശുഭപ്രതീക്ഷ മുനമ്പ്. കടൽ മാർഗം കേരളത്തിൽ എത്തിയ ആദ്യ യൂറോപ്യൻ ആയിരുന്നു വാസ്കോ ഡ ഗാമ. 1498 ഇന്ത്യയിൽ എത്തിയത്. വാസ്കോ ഡ ഗാമ വന്നിറങ്ങിയ ജില്ലയാണ് കോഴിക്കോട്. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള യാത്ര തിരിച്ചത് ലിസ്ബണിൽ നിന്നാണ്. 1499 വാസ്കോ ഡ ഗാമ തിരിച്ച് ലിസ്ബണിലേക്ക് പോയി, അതായത് എത്തിച്ചേർന്നു. വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച വ്യക്തി മാനുവൽ രാജാവായിരുന്നു. ഓക്കെ, നാവികർക്ക് പ്രത്യേക പിന്തുണ നൽകിയിരുന്ന രാജാവിന്റെ പേരാണ് ഹെൻറി രാജാവ്. പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ വരവില് അവർക്ക് വേണ്ട ചരക്കുകൾ നൽകിയത് കോലത്തിരി രാജാവായിരുന്നു. കണ്ണൂരിലെ കോലത്തിരി രാജാവാണ് ആദ്യ വരവിൽ വാസ്കോ ഡ ഗാമയ്ക്ക് വേണ്ട ചരക്കുകളെല്ലാം നൽകിയത്. 1502 വാസ്കോ ഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിൽ വീണ്ടും വന്നു. അതായത് 1498 വന്നതിന് ശേഷം 1499 അദ്ദേഹം തിരിച്ച് ലിസ്ബണിലേക്ക് പോകുന്നു, ലിസ്ബണിൽ തിരിച്ചെത്തുന്നു. അതിനുശേഷം 1502 വീണ്ടും അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്നു. വാസ്കോ ഡ ഗാമ തന്റെ രണ്ടാമത്തെ വരവില് കപ്പലടിപ്പിച്ചത് ഗോവയിലെ അഞ്ചദിവ ദ്വീപിലാണ്. അഞ്ചദിവ ദ്വീപ്. വാസ്കോ ഡ ഗാമ രണ്ടാം വരവില് ചരക്ക് കയറ്റിയത് കൊല്ലത്തു നിന്നായിരുന്നു. വാസ്കോ ഡ ഗാമ അവസാനമായി ഇന്ത്യയിൽ എത്തിയ വർഷമാണ് 1524. അദ്ദേഹം 1524 ഇവിടെ ഇന്ത്യയിൽ എത്തുന്നു. 1524 ഡിസംബർ 24 അദ്ദേഹം മരണപ്പെടുന്നു കൊച്ചിയിൽ വെച്ച്. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം ഏകദേശം 15 വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ച് പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോകുന്നത്, അതായത് 1539. വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായി കേരളത്തിലെത്തിയ പോർച്ചുഗീസുകാരനായിരുന്നു അൽവാരസ് കബ്രാൾ. 1500 1499 വാസ്കോ ഡ ഗാമ തിരിച്ച് ലിസ്ബണിലെത്തി. 1500 അൽവാരസ് കബ്രാൾ വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായിട്ട് എവിടെ എത്തിച്ചേർന്നു? കേരളത്തിൽ എത്തിച്ചേർന്നു. കബ്രാൾ സാമുദ്രിക്കരികിലേക്ക് അയച്ച പ്രതിനിധിയായിരുന്നു ഐറിസ് കൊറിയ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട, മാനുവൽ കോട്ട, ഇത് പണി കഴിപ്പിച്ചത് 1503 പോർച്ചുഗീസിന്റെ ആദ്യത്തെ വൈസ്രോയി എന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയിയായി ഫ്രാൻസിസ്കോ അൽമേഡ സ്ഥാനമേറ്റത് 1505. സെയിന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത് ഫ്രാൻസിസ്കോ അൽമേഡ തന്നെയാണ്. അത് നിർമ്മിക്കുന്ന വർഷം 1505. ചൗളി യുദ്ധത്തില് പോർച്ചുഗീസിനെ തോൽപ്പിച്ച നാവിക പടയുടെ നേതാവാണ് മിർ ഹുസൈൻ. ചൗളി യുദ്ധം നടന്നത് മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക്. 1509 മിശ്ര കോളനി വ്യവസ്ഥ കൊണ്ടുവന്നതും അൽബുക്കർക്കായിരുന്നു. ഗോവ പിടിച്ചടക്കി പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയത് അൽബുക്കർക്കായിരുന്നു. ഗോവ പിടിച്ചടക്കുവാനായി ഗോവ യുദ്ധം നടന്നത് 1510. പോർച്ചുഗീസ് പ്രവിശ്യയിൽ സതി നിരോധിച്ച വൈസ്രോയിയാണ് ആര്? അൽബുക്കർക്ക്. കോഴിക്കോട് രാജാവ് അറിയപ്പെടുന്ന സാമൂതിരിമാരെന്നാണ്.
അൽബുക്കർക്കും സാമൂതിരിയും തമ്മിൽ കണ്ണൂർ ഉടമ്പടി ഒപ്പുവെച്ച വർഷമാണ് 1513. 1515 അൽബുക്കർക്ക് ഗോവയിൽ വെച്ച് അന്തരിച്ചു. പോർച്ചുഗീസുകാർക്കെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ട സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ പടത്തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാന്മാർ. പോർച്ചുഗീസുകാർ ചാലിയൻകോട്ട പണികഴിപ്പിച്ച വർഷമാണ് 1531. കോഴിക്കോട് തുറമുഖത്തെ വാണിജ്യം പോർച്ചുഗീസുകാരുടെ കുത്തകയാക്കാനുണ്ടായിട്ടുള്ള ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. ആ ഉടമ്പടി പൊന്നാനി സന്ധി എന്നാണ് അറിയപ്പെടുന്നത്. അത് ഒപ്പിട്ട വർഷം 1540. ഈ പൊന്നാനി സന്ധി ഒപ്പിട്ടതോടുകൂടെ കോഴിക്കോട് തുറമുഖത്തെ വാണിജ്യത്തിന്റെ കുത്തക പോർച്ചുഗീസുകാരുടെ കയ്യിലായിട്ട് മാറുന്നു. പോർച്ചുഗീസുകാരിൽ നിന്നും കുഞ്ഞാലി മൂന്നാമൻ ചാലിയൻകോട്ട പിടിച്ചെടുത്തത് 1571. പട്ടുമരയ്ക്കാർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കുഞ്ഞാലി മൂന്നാമനാണ്. ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ എന്ന ബഹുമതി സ്വീകരിച്ചത് കുഞ്ഞാലി നാലാമനാണ്. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ വധിച്ചു. അത് 1600. കുഞ്ഞാലി മരക്കാരുടെ സ്മരണാർത്ഥം 2000 സ്റ്റാമ്പ് പുറത്തിറക്കുന്നു. കൊച്ചി രാജാവിന് മട്ടാഞ്ചേരി പാലസ് 1555 പോർച്ചുഗീസുകാര് നിർമ്മിച്ചു നൽകുന്നു. 1556 ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചു. 1577 കേരളത്തിൽ അച്ചടിശാല സ്ഥാപിച്ചത്. 1599 ഉദയം പേരൂർ സുനഹദോസ് നടന്ന വർഷമാണ് 1599. 1628 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചു. 1653 കൂനൻ കുരിശ് സത്യം നടന്ന വർഷമാണ്. പോർച്ചുഗീസുകാര് കേരളത്തില് അറിയപ്പെട്ടിരുന്നത് പറങ്കികൾ എന്നാണ്. പറങ്കിപ്പടം എന്നൊക്കെ നമ്മൾ കേട്ട് കാണും. കൃതികൾ, നമ്മുടെ ഇതിനെക്കുറിച്ചുള്ള കൃതികളുണ്ട്. അപ്പൊ അതിന്റെ ഒന്നാമത്തെ പേര് വെച്ചാൽ സമോരിയൻസ് ഓഫ് കാലിക്കറ്റ്. സമോരിയൻസ് ഓഫ് കാലിക്കറ്റ് എന്ന കൃതി രചിച്ചത് KV കൃഷ്ണയ്യർ ആണ്. തുഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി ഷെയ്ഖ് സൈനുദ്ദീനാണ് രചിച്ചത്. അതായത് കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമത്തെക്കുറിച്ച് സൂചന നൽകുന്ന കൃതിയാണ് തുഫത്തുൽ മുജാഹിദീൻ. അത് രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീനാണ്. പറങ്കിപ്പടയാളി എന്ന പുസ്തകം എഴുതിയത് KM പണിക്കർ. 1661 പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായിട്ട് ബോംബെ ദ്വീപ് നൽകുകയാണ്. ഒരു സ്ത്രീധനം കൊടുക്കുകയാണ്, ബോംബെ ദ്വീപ്. എന്നാണ് 1661 ആരെയാണ് കൊടുക്കുന്നത്? ചാൾസ് രണ്ടാമന്, പോർച്ചുഗീസ് രാജാവ് കൊടുക്കുകയാണത്. 1663 പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് ഡച്ചുകാര് തുരത്തി ഓടിക്കുന്നു. 1961 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ഗോവ മോചിപ്പിച്ച വർഷമാണ്. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ, അതായത് വർഷം ക്രോണോളജിക്കൽ ബേസ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഇവിടെ താഴെ കൊടുക്കുകയാണ്. 1497 വാസ്കോ ഡ ഗാമ ലിസ്ബണിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുന്നു. ഒരു വർഷമെടുത്തു. 1498 വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ എത്തിച്ചേർന്നു. അതായത് കോഴിക്കോട് കാപ്പാടുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നു. 1498 എത്തിയതിനു ശേഷം 1499 അദ്ദേഹം വീണ്ടും തിരിച്ച് ലിസ്ബണിൽ, അവിടെ ലിസ്റ്റ് എന്നുള്ള ഇതാണ് വന്നേക്കുന്നത്, അതുകൊണ്ട് കൺഫ്യൂഷൻ വരണ്ട, ലിസ്ബണിലാണ്, ലിസ്ബണിലേക്ക് തിരിച്ചെത്തുന്നു. 1500 വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായി വന്ന പെട്രോ അൽവാരസ് കബ്രാൾ ഇന്ത്യയിൽ എത്തിച്ചേരുന്നു. 1502 വാസ്കോ ഡ ഗാമ രണ്ടാമതായിട്ട് ഇന്ത്യയിൽ വീണ്ടും വരുന്നു. 1503 ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട പണി കഴിപ്പിച്ചു. 1505 ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി എന്ന ഫ്രാൻസിസ്കോ അൽമേഡ സ്ഥാനമേറ്റു. 1505 തന്നെ
കണ്ണൂരിലെ ആഞ്ചലസ് കോട്ട നിർമ്മിച്ചു. 1506 ഫ്രാൻസിയുടെ മകൻ ലൊറൻസോയും സാമൂതിരിയും കണ്ണൂരിൽ വെച്ച് ഏറ്റുമുട്ടൽ നടന്നു. 1508 കോഴിക്കോട്ടെ മുസ്ലിം കച്ചവടക്കാരുടെ ആവശ്യപ്രകാരം ഈജിപ്തിൽ നിന്നും വന്ന നാവികപ്പട മഹാരാഷ്ട്രയിൽ വെച്ച് പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചു. 1509 ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയായി അൽബുക്കർക്ക് സ്ഥാനമേൽക്കുന്നു. 1513 അൽബുക്കർക്കും സാമൂതിരിയും തമ്മിൽ കണ്ണൂരിൽ ഒരു ഉടമ്പടി വെക്കുന്നു. 1515 അൽബുക്കർക്ക് ഗോവയിൽ വെച്ച് അന്തരിച്ചു. 1524 വാസ്കോ ഡ ഗാമ അവസാനമായി ഇന്ത്യയിൽ എത്തിച്ചേർന്ന വർഷമാണ്. ഒരെണ്ണം അവിടെ 1524 അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു പോയിന്റ് അവിടെ വന്നിട്ടില്ല. 1524 ഡിസംബർ 24 അദ്ദേഹം മരിക്കുന്നു. 1531 പോർച്ചുഗീസുകാർ ചാലിയങ്കോട്ട പണി കഴിപ്പിച്ച വർഷമാണ്. 1539 വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയ വർഷം. അതായത് 1524 വാസ്കോ ഡ ഗാമ മരിക്കുമ്പോൾ വാസ്കോ ഡ ഗാമയുടെ ശരീരം അടക്കം ചെയ്തത് മട്ടാഞ്ചേരിയിലാണ്. മറന്നു പോകേണ്ട. 1540 കോഴിക്കോട് തുറമുഖത്തെ വാണിജ്യം പോർച്ചുഗീസുകാരുടെ കുത്തകയാക്കിയ സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിലുള്ള പൊന്നാനി സന്ധി ഒപ്പിട്ടു. 1555 കൊച്ചി രാജാവിന് മട്ടാഞ്ചേരി പാലസ് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു കൊടുക്കും. മട്ടാഞ്ചേരിയില് പലരും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോഴും നമുക്കത് കാണാം. മട്ടാഞ്ചേരി പാലസ് പണി കഴിപ്പിച്ച വർഷം എന്നാണ് 1555 കൊച്ചി രാജാവിന് വേണ്ടി പോർച്ചുഗീസുകാരാണ് അത് നിർമ്മിച്ചു നൽകുന്നത്. 1556 ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചു. 1571 പോർച്ചുഗീസുകാരിൽ നിന്നും കുഞ്ഞാലി മൂന്നാമൻ ചാലിയങ്കോട്ട പിടിച്ചെടുത്തു. 1577 പോർച്ചുഗീസുകാർ കേരളത്തില് അച്ചടി സ്ഥാപിച്ചു. 1599 ഉദയംപേരൂർ സുനഹദോസ്. 1600 കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ വധിക്കുന്നു. 1628 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചു. 1653 പൂനൻ കുരിശ് സത്യം നടക്കുന്നു. 1661 പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി ബോംബെ ദ്വീപ് നൽകുന്നു. 1663 പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് ഡച്ചുകാരെ തുരത്തുന്നു. 1961 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ഗോവ തിരിച്ചു പിടിക്കുന്നു. 2000 കുഞ്ഞാലി മരയ്ക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കുന്നു. ഇതാണ് നമ്മൾ ക്രോണോളജിക്കലായിട്ട് നമ്മൾ ഓരോ വർഷം ഇങ്ങോട്ട് വരുമ്പോഴുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് ആ വർഷങ്ങളെല്ലാം എഴുതി വെച്ച് നോട്ട്ബുക്കിൽ എഴുതി വേണം ഇതെല്ലാം പഠിക്കേണ്ടത്. കാരണം നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ മറക്കാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാ ക്ലാസ്സിലും ഞാൻ പറയാറുണ്ട്. കാരണം നോട്ട്സ് നിങ്ങൾ കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാൾ എത്രയോ നല്ല ഒരു രീതിയാണ് ഇങ്ങനെ പഠിക്കുന്നത്. അതുകൊണ്ട് നോട്ട്സ് വീഡിയോ കാണുമ്പോൾ തന്നെ എഴുതിയെടുക്കുക, പഠിക്കുക. അത് കൂടുതൽ ഓർമ്മയിൽ നിൽക്കാനായിട്ട് നിങ്ങൾക്ക് സഹായകരമാകും. ഓക്കെ, താങ്ക് യു.